കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച മഹിളാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സർക്കാരിനെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾ ഒരു സ്ത്രീ വിരുദ്ധ മുന്നണിയാണ് എന്ന് ഇന്ത്യ സഖ്യം തെളിയിച്ചിരിക്കുകയാണ്. തങ്ങളുടെ കുടുംബാധിപത്യവും സാമുദായിക പ്രാതിനിധ്യവുമെല്ലാം വിശാലമായിട്ടുള്ള ജനാധിപത്യ സങ്കല്പത്തിന് മുമ്പിൽ ഞങ്ങൾ മാനിക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യത്തിനും ബില്ല് അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പാർലമെൻറ്റിൽ മറുപടി നൽകിയതാണ്. ചർച്ചക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾക്കും അതിന് മറുപടി പറയുന്ന സന്ദർഭത്തിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി നൽകിയതാണ്. വ്യക്തിപരമായി പ്രധാനമന്ത്രി ഈ ബില്ല് പാസ്സാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ MP-മാരെയും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MP-മാരെയും ഓർമ്മിപ്പിക്കുകയും വ്യക്തിപരമായി MP-മാരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണോ 2023-ൽ ആദ്യത്തെ ബില്ല് പാസ്സാക്കാൻ ഒരു സമവായമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്, സമാനമായ രീതിയിൽ ഈ പ്രാവശ്യവും സമവായത്തിലൂടെ തീരുമാനത്തിലെത്തിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ല് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം, രാജ്യത്തിലെ 50% വരുന്ന സ്ത്രീ സമൂഹത്തെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ മുഖ്യ ശ്രേണിയിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സഖ്യം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഈ ബില്ലിൽ ഏത് ക്ലോസിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കാതെ ബില്ല് പരാജയപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണിയും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഫലത്തിൽ ഇത് രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തെ അധികാരത്തെ പുറത്താക്കുക എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇത് രാജ്യത്തിലെ സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ കൊടിയ പാപമാണ്, അവരോടുള്ള അവഹേളനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി സ്ത്രീ വിരുദ്ധ മുന്നണിയാണ് എന്നുള്ള നിലപാടിലേക്ക് BJP എത്തിയിട്ടുള്ളത്. രാജ്യത്തിലെ സ്ത്രീകൾക്ക് അധികാരം കിട്ടാനുള്ളൊരു പരിശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള നാടകത്തെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന് മുമ്പാകെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യവ്യാപകമായി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 30-ാം തീയതി വരെ രാജ്യവ്യാപകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രചരണങ്ങളും പ്രക്ഷോഭ പരിപാടികളും പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട മഹിളാ നേതാക്കന്മാരെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും പിന്തുണ സമാഹരിക്കുക, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാ മഹിളകളുടെയും സജീവമായിട്ടുള്ള മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ മാസം 21, 22, 23 തീയതികളിൽ
കേരളത്തിലെ മുഴുവൻ മഹിളാ നേതാക്കന്മാരെയും BJPയുടെ മഹിളാ നേതാക്കന്മാർ സമ്പർക്കം ചെയ്യും. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രവർത്തകരെ സമ്പർക്കം ചെയ്യും. കേരളത്തിലെ സാമൂഹിക പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, സിനിമാ പ്രവർത്തകന്മാർ, കലാകാരന്മാർ, സാമുദായിക സംഘടനയിലെ മഹിളാ നേതാക്കന്മാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇങ്ങനെ സാമൂഹിക ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടിട്ടുള്ള മഹിളാ നേതാക്കന്മാരെ സമ്പർക്കം ചെയ്യുക, പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഈ ബില്ലിൻ്റെ വിശദാംശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണി ഈ ബില്ല് അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായിട്ടുള്ള പരിശ്രമത്തെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വിപുലമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും മഹിളാ നേതാക്കന്മാരാണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ മഹിളാ നേതാക്കന്മാരെയും സമ്പർക്കം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 24-ാം തീയതി തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് 10,000 മഹിളകൾ പങ്കെടുക്കുന്ന മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ കിഴക്കേക്കോട്ട വരെ ആണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ദേശീയ മഹിളാ നേതാക്കന്മാർ ആ യാത്രയിൽ പങ്കെടുക്കും. കേരളത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട മഹിളാ നേതാക്കന്മാർ, BJPക്ക് അപ്പുറത്തുള്ള മഹിളാ നേതാക്കന്മാരും ആ യാത്രയിൽ സംബന്ധിക്കും. മഹിളാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യത്തിനെതിരായിട്ടുള്ള വലിയൊരു മഹിളാ മുന്നേറ്റം എന്നുള്ള നിലക്കാണ് 24-ാം തീയതി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരിപാടിയെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് 25, 26 തീയതികളിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും BJPയെ സംബന്ധിച്ചിടത്തോളം 30 സംഘടനാ ജില്ലകളുണ്ട് കേരളത്തിൽ. 30 സംഘടനാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹിളകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും.